Irene, Irene, Irene. അതൊരു പെൺകുട്ടിയാണല്ലോ. എന്തു പറ്റിയതാണാവോ? പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. Non, causes in charge, Marco. കുട്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. നിങ്ങൾ എങ്ങനെ ഈ ഡ്രീം ലാൻഡിലെത്തി? കൂടെ ആരും ഇല്ലേ? തയം ഏതാ ഇത്? ഐറീനെ എവിടെയെങ്കിലും കണ്ടോ? അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ സേഫ് ആണ്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? വേറെ ഒന്നും പറ്റിയില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. ശരീരം വേദനിക്കുന്നുണ്ട്, പനിയുണ്ടെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവളെ ഞാൻ ആദ്യം കാണുന്നതും അന്നാണ്. ഹേയ്, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്നെയും കൂടെ അക്കരയ്ക്ക് കൊണ്ടുപോകാമോ? ഞാനും അക്കരക്കാണ് ചേച്ചി, കേറിക്കോ. ഞാൻ ഐറി, പേര് വിളിച്ചാൽ മതി. നിങ്ങളുടെ നാട്ടിലെ വഴിയുടെ കാര്യം ഒന്നും പറയണ്ട. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു? ഞാൻ അമ്മു. വഴിയും കായലും ഏതാണെന്ന് അറിയാൻ മേലാത്ത പരുവാണ്. അതിന് ഈ കായലിൻ്റെ പേരറിയാമോ? വള്ളംകളിയൊക്കെ നടക്കുന്നതാണ്. ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാണ്. എന്നാ പറ, മാറ്റിപ്പിച്ച എവിടാ? അതൊന്നും എനിക്കറിയില്ല. നാട്ടിലെ വല്ല കാര്യം ചോദിക്കുക. അപ്പോൾ നീ പൊട്ടക്കുടത്തെ തവളയാണല്ലേ? അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം കണക്കാണ്. ഒന്നിനും വിവരമില്ല. നിന്റെ ലൈഫ് മുക്കാലും വേസ്റ്റ് ആയല്ലോ കൊച്ചേ. കളിയാക്കണ്ടാട്ടോ. ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഞങ്ങളുടെ അറിവ്. ഒരാവശ്യം വരുമ്പോൾ ഞങ്ങളെ കാണും. ഐറീനെ നീന്താ അറിയാവോ? ഇല്ല, അതിനൊക്കെ എവിടാ നേരം. അമ്പു എങ്ങനാ നീന്താൻ പഠിച്ചത്? അതിന്റെ ക്രെഡിറ്റ് വല്യമ്മച്ചിക്കുള്ളതാ. ഓണാവധിക്ക് അമ്മ വീട്ടിൽ വന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അടുത്ത പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ അമ്മുക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതിനു മുമ്പ് നീന്തൽ പഠിക്കണം. ശരി അമ്മൂമ്മേ. ഇതാ നോക്ക്, അമ്മുക്കുട്ടിയുടെ ഗിഫ്റ്റ്. ഹായ്, അടിപൊളി അമ്മൂമ്മേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടെ നനങ്ങുന്നുണ്ടോ? അയ്യോ അമ്മേ, അതെന്തോ പോത്തോ? പോത്ത് കുത്തുവോ? അടുത്തെങ്ങും ആരുമില്ലല്ലോ വിളിക്കാൻ. അയ്യോ അമ്മൂമ്മേ, ഓടി വായ, പോത്ത് കുത്താൻ വരുന്നേ. കാറ്റും മഴയും വരുന്നുണ്ടല്ലോ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. നമുക്ക് പെട്ടെന്ന് തുഴഞ്ഞ് കരയിലെത്താൻ നോക്കാം. അപ്പോഴത്തേക്ക് മഴ പെയ്തല്ലോ. വല്ല കാറ്റോ, ഒരു റെയിൻകോട്ട് പോലും. നമുക്ക് എന്തൊക്കെ അറിയാമെങ്കിലും ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതാണ് അറിവ് എന്ന് ഇപ്പൊ മനസ്സിലായിമേ. സോറി അമ്മു. ലൈഫ് ജാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നീ എത്തും. എന്നെ മുട്ട പിടിച്ചോണം. എന്ത് വന്നാലും പിടിപെടരുത്. ഐറി, നീ എവിടെയാ? ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കണ്ടില്ല. ഐറിനെ രക്ഷിക്കണേ എന്നൊരു വിളി കാതിൽ നിന്ന് മാറുന്നില്ല. എവിടെയെങ്കിലും കണ്ടെങ്കിൽ എന്നോട് പറയണേ. അമ്മൂനെ ഏൽപ്പിക്കാൻ ഒരാൾ എൻ്റെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മാപ്പ് അനുസരിച്ച് പോയാൽ അമ്മൂനെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാം. അമ്മൂനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരാളെ തരാം. അവൻ ഒരു കുഴപ്പമേ ഉള്ളൂ, എവിടെ നിൽക്കില്ല, ഓടിക്കൊണ്ടിരിക്കും. അതൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഞാൻ പ്രാക്ടീസ്. ഒരു അമ്മു, മാപ്പിൽ പറയുന്ന സ്ഥലം എനിക്ക് പിടികിട്ടി. ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞാനും ഉണ്ട് റാക്കസ്. സ്പീഡ് ഒരു പൊടിക്ക് കുറയ്ക്കാമോ? എനിക്ക് ഇവിടം വരെ വരാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ജഗ് അമ്മൂനെ സഹായിക്കും. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പിന്നെ നമുക്ക് അധികം സമയമില്ല. റാക്കസ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഐറിനെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയാൽ മിമിരുത്ത നാട്ടിലേക്കുള്ള ഷിപ്പ് പിടിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ഷിപ്പിൽ ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരും. താങ്ക്സ് മിസ്റ്റർ ജഗ്. ഇതാണ് മാപ്പിൽ കണ്ട സ്ഥാനം. ഇനി കുറച്ചും കൂടി നടന്നാൽ അവിടെ എത്തും. അമ്മോ, അഴിവിനൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആലോ എന്നെ ഇവിടെ എത്തിച്ചു. അധികം ടൈമില്ല. ഓടിയാലേ കപ്പൽ ചുട്ടു. വാ, അവിടെ കപ്പൽ വന്നല്ലോ. ലോക്ക് പോവാ. അങ്ങനെ നമ്മുടെ നാടെത്തി. ഇനി പറയൂ, ഈ കായലിന്റെ പേരെന്താണ്?